വെൽക്കം ടു രമ്യാസ് മാത്സ് കോർണർ. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ത്രികോണമിതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സൈനിനെയും കോസിനെയൊക്കെ നമ്മൾ പടിവാതിൽക്കൽ വരെ പോയി എത്തി നോക്കിയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? 10th സ്റ്റാൻഡേർഡിൽ കുറച്ച് കാര്യങ്ങൾ അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു. അതിലും വിശാലമാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ പഠിച്ച് പോകാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രമ്യാസ് മാത്സ് കോർണർ എന്ന പേരിൽ തന്നെ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പോൾ അതിനകത്തുകൂടി കോഴ്സായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം ആംഗിളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്തിട്ട് ഇത്ര ഡിഗ്രി എന്ന് നമ്മൾ പറയുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ലെങ്ത് മെഷർ ചെയ്താലും ഇത്ര സെന്റിമീറ്റർ എന്ന് സ്കെയിലിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. ആ സ്കെയിലിലെ സെന്റിമീറ്ററിന് ഇടയിലുള്ള കുഞ്ഞു വരകൾ നമുക്ക് മില്ലിമീറ്റർ ആണെന്നും അറിയാം അല്ലേ? കിലോമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്. അങ്ങനെ ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള കുറേ യൂണിറ്റ്സ് ഉള്ളതുപോലെ നമ്മുടെ ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിഗ്രി. ഇത്ര ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയും. ഇനി അതിനകത്ത് 1 ഡിഗ്രിയെക്കാളും ചെറുതായിട്ട് വന്നാൽ നമ്മൾ അത് എങ്ങനെയായിരിക്കും പറയുക? ഡിഗ്രിയെക്കാളും ചെറുതായിട്ട് വരുന്ന മെഷർ. നമ്മൾ ക്ലോക്കിൽ 1 അവറിനെക്കാളും ചെറുത് മിനിറ്റ്, മിനിറ്റിനെക്കാളും ചെറുത് സെക്കൻഡ്സ് എന്ന് പറയും പോലെ നമ്മൾ 1 ഡിഗ്രിയെക്കാളും ചെറുതായിട്ട് വരുന്നതിന് നമ്മൾ മിനിറ്റ് എന്ന് പറയും. മിനിറ്റിനെക്കാളും ചെറുതാണ് സെക്കൻഡ്സ്. അതായത് 60 സെക്കൻഡ്സ് ചേരുമ്പോൾ 1 മിനിറ്റ് എന്നും 60 മിനിറ്റ് ചേരുന്നതാണ് 1 ഡിഗ്രി ആയിട്ട് നമ്മൾ പറയുക. അപ്പോൾ ഡിഗ്രിയെക്കാളും കുറഞ്ഞ മെഷറിനെ നമുക്ക് മിനിറ്റും സെക്കൻഡ്സും വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്തു. ആ ലൈൻ മുതൽ ഈ രണ്ടാമത്തെ ലൈൻ വരെയാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുക. അപ്പോൾ അതിനിടയിലുള്ള ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് തീറ്റ. അതിനിടയിലുള്ള ആംഗിൾ ആണ്. ഇതേ ആംഗിൾ നമുക്ക് മറ്റൊരു രീതിയിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ലെങ്ത് മെഷർ ചെയ്യാൻ നമുക്ക് മീറ്ററും കിലോമീറ്ററും ഒക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് അതായത് നമ്മുടെ ആംഗിൾ മെഷർ ചെയ്യാൻ മറ്റൊരു യൂണിറ്റ് കൂടിയിട്ടുണ്ട്. അതായത് റേഡിയൻ മെഷർ എന്ന് പറയും. ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും. റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സർക്കിൾ എടുക്കുക. യൂണിറ്റ് സർക്കിൾ മീൻസ് ഒരു യൂണിറ്റ് റേഡിയസ് വരുന്ന ഒരു സർക്കിൾ എടുക്കുക, ആരം വരുന്ന ഒരു സർക്കിൾ എടുക്കുക. അതിനകത്ത് 1 യൂണിറ്റ് തന്നെ ആർക്കിന്റെ ലെങ്ത് 1 യൂണിറ്റ്. നമ്മൾ എടുത്ത സർക്കിളിന്റെ റേഡിയസ് 1 യൂണിറ്റ്. അവിടെ വന്ന ആ ആർക്കിന്റെ ചാപത്തിന്റെ നീളം 1 യൂണിറ്റ് ആണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒരു ആംഗിൾ വരച്ചാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആംഗിൾ ആണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയും. 1 യൂണിറ്റ് സർക്കിളില് 1 യൂണിറ്റ് ലെങ്ത് വരുന്ന ആർക്ക് ആ സർക്കിളിന്റെ സെന്ററുമായിട്ട്, കേന്ദ്രവുമായിട്ട് ഉണ്ടാക്കുന്ന കോണാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിഗ്രി പറയും പോലെ മറ്റൊരു മെഷറാണ് റേഡിയൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ പഠിച്ച ഡിഗ്രിയൊക്കെ തന്നെ നമുക്ക് റേഡിയനിലോട്ട് മാറ്റാനുണ്ട്. തിരിച്ച് റേഡിയനിൽ പറയുന്ന ആംഗിൾസിനെ നമുക്ക് ഡിഗ്രിയിലോട്ട് മാറ്റാൻ്റെതായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇവിടുത്തെ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഈ പറയുന്ന ആർക്കിന്റെ ലെങ്ത്, ചാപത്തിന്റെ നീളത്തിനെ നമ്മൾ L എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. L = r². R എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വൃത്തമാണോ എടുക്കുന്നത് ആ സർക്കിളിന്റെ റേഡിയസ്. തീറ്റ എന്ന് പറഞ്ഞാലോ ഇവിടെ ഉണ്ടാകുന്ന കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഇവിടെ എടുക്കുന്ന സെൻട്രൽ ആംഗിൾ അത് ഡിഗ്രി മെഷറിലായിരിക്കരുത്. ഇത്ര റേഡിയൻ മെഷറിലുള്ള ആംഗിൾ വേണം ഇവിടെ വരാൻ. ഇപ്പൊ 40 ഡിഗ്രി എന്ന് പറയാൻ പാടില്ല. 40 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് കണ്ടുപിടിച്ച് ഇവിടെ നമ്മുടെ റേഡിയസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ചാപത്തിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഇതാണ് L = r². L എന്ന് പറഞ്ഞാൽ ആർക്കിന്റെ ലെങ്ത്, R എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിന്റെ റേഡിയസ്, തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർക്ക് സർക്കിളിന്റെ സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന കോൺ അളവ്. ഡിഗ്രി മെഷറിലല്ല, റേഡിയൻ മെഷറിൽ. ഇനി നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ ഒരു പ്രാവശ്യം ഇത് റൊട്ടേറ്റ് ചെയ്ത് വരിക, സർക്കിളിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ 360 ഡിഗ്രി കവർ ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഈ 360 ഡിഗ്രി നമ്മൾ 2π റേഡിയൻ എന്നാ പറയുന്നത്. 2π റേഡിയൻ. അപ്പൊ 2π റേഡിയൻ 180 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പകുതി എത്രയായിരിക്കും? π റേഡിയൻ അല്ലെ? അപ്പൊ π റേഡിയൻ 360ന്റെ പകുതി 180 ഡിഗ്രി. അപ്പൊ 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി, π റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ഇത് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. π റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഗ്രിയൊക്കെ നമുക്ക് റേഡിയനിലോട്ടൊന്ന് മാറ്റി പറഞ്ഞു നോക്കാം. അപ്പൊ റേഡിയനിൽ പറയുമ്പോൾ നമ്മൾ π വെച്ചിട്ടാണ് പറയുക. നമ്മളിവിടെ പഠിച്ചിട്ടുള്ള ഡിഗ്രി മെഷേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്.
30, 45, 60, 90, 180, 270, 360. ഇനി അതിനെ നമുക്ക് റേഡിയനിലേക്ക് മാറ്റാം. അവിടെ നമുക്കറിയാം 180 ഡിഗ്രിക്ക് പകരം നമ്മൾ പൈ എഴുതിയാൽ മതി അല്ലേ. അപ്പൊ 180ക്ക് പകരം പൈ കൊടുത്തു, 360 അതിന്റെ ഡബിൾ ആണ്, 360ക്ക് പകരം 2 പൈ കൊടുക്കുന്നു. ഇനി 180യുടെ പകുതി 90 ആണല്ലോ. അപ്പൊ 180യുടെ പകുതിയായ 90 π/2 ആയിട്ട് എടുത്താൽ മതി. ഇനി 90യുടെ പകുതി 45 ഡിഗ്രി, 90ക്ക് പകുതി എടുക്കുമ്പോൾ π/2ന്റെ പകുതി, ദാറ്റ് ഇസ് π/4. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കറിയാം പൈ വെറുതെ ഇട്ടിട്ടുള്ളൂ, ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് വിചാരിച്ചേ. π/1, π/2, π/3, π/4. നമ്മൾ π/5 മാത്രം ഇവിടെ എഴുതിയിട്ടില്ല, π/6. നമ്മൾ എഴുതിയിരിക്കുന്ന ആംഗിൾ 30, 45, 60, 90, 180, 270 എന്നാണ്. π/6 5 എഴുതിയില്ല, π/4, π/3, π/2, പൈ. ദെൻ ഇനി 270 എന്ന് പറയുന്നത് 180നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 3π/2. അപ്പൊ ഇതാണ് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ച ആംഗിൾസ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുക ഈ π/2 എന്നോ π/4 എന്നോ π/6 എന്നോ 3π/2 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പഠിക്കുക. അപ്പൊ മനസ്സിലാക്കിക്കോളുക, പൈക്ക് പകരം 180 ഇട്ടിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡിഗ്രി തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഡിഗ്രിയിലോട്ട് മാറ്റാനും റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് നമ്മൾ അറിയേണ്ടത് ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയിൽ ഇവിടെ 1 റേഡിയൻ ആക്കുമ്പോൾ എന്ത് വരും? ഈ പൈയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോവുക. 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180/π. 180 ഡിഗ്രി ബൈ പൈ നമ്മൾ ക്രോസ് ചെയ്ത് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ 1 ഡിഗ്രി ആക്കിയിട്ട് ഈ 180 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180 റേഡിയൻ. അതായത് 1 ഡിഗ്രി π/180 റേഡിയൻ ആണെങ്കിൽ 10 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനില് 1 ഡിഗ്രി π/180 റേഡിയൻ ആണെങ്കിൽ 10 ഡിഗ്രിക്ക് വേണ്ടിയിട്ട് 10നെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതിയല്ലോ. 10 × π/180 റേഡിയൻ എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ഒരു റേഡിയൻ 180 ഡിഗ്രി ബൈ പൈ ആണ്. അപ്പോൾ ഇതുപോലെ 10 റേഡിയൻ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചാൽ 10നെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും അത്രയും ഡിഗ്രി ആയിരിക്കും നമുക്ക് വരിക. ക്ലിയർ ആണല്ലോ? ദെൻ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഡിയനിലേക്കും എന്തിലേക്കും മാറ്റുന്നത്, ഡിഗ്രിയിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് 2 ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷർ. 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഡിഗ്രി മെഷർ ആണ്. അതിൽ ഡിഗ്രി അതിനേക്കാളും കുറഞ്ഞ അളവുണ്ട്, അതുകൊണ്ടാണ് നമുക്കിവിടെ 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് തരുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് ഒരു മിശ്ര ഭിന്നമാക്കി മാറ്റണം. 40 ഡിഗ്രി 20 മിനിറ്റ്. അതിൽ 40 കുഴപ്പമില്ല, പക്ഷെ 20 മിനിറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ഡിഗ്രിയുടെ എത്ര പാർട്ടാണ് നമുക്കറിയാലോ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് നമ്മൾ അവിടെ പഠിച്ചു. അപ്പോ നമ്മുടെ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 60ന്റെ എത്ര പാർട്ടാണെന്ന് നോക്കിക്കേ. 60നെ എത്ര 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. അതായത് 1/3 ഡിഗ്രി, അതായത് 1 ഡിഗ്രിയുടെ 1/3 പാർട്ടാണ് നമ്മുടെ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ചെയ്ത ഇതാണ്. 1 ഡിഗ്രി 60 ആണ്, നമുക്കുള്ളത് 20 മിനിറ്റ് ആണ്. 60നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്. അതായത് ഈ 60ന് പകരം നമ്മൾ 1 കൊടുത്തു, 1/3 ഡിഗ്രി ആക്കി മാറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന് പകരം നമുക്ക് 40ഉം ഈ 1/3 ഡിഗ്രിയും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് 40 1/3 40 1/3 ഡിഗ്രി ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഈ 40 1/3 ഡിഗ്രി ആണ്. അതാണ് നമ്മൾ അവിടെ ആദ്യം ചെയ്തിരിക്കുന്നത്. ഇനി ഈ 40 1/3യെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പൊ നമ്മൾ ഇതിനെ മാറ്റി 40 1/3 ഡിഗ്രി ആക്കി മാറ്റി. ഇനി ഇതിനെ നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഡിനോമിനേറ്റർ 3 ആയിട്ട് കൊടുക്കുക, ഇവിടെ ക്രോസ് ചെയ്യുക. 3 × 40 120 പ്ലസ് 1 120 പ്ലസ് 1 121 ഡിഗ്രി, 121/3 ഡിഗ്രി ആയിട്ട് കിട്ടും. അപ്പൊ കംപ്ലീറ്റ് നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് നോക്കാം റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ 1 ഡിഗ്രി π/180 റേഡിയൻ ആണെന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടത് 120/3
3 ഡിഗ്രിയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? π/180യെ 121/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് റേഡിയൻ മെഷറിലേക്ക് മാറ്റി കിട്ടും. ഓക്കെ, ഇതാണ് അവിടെ അടുത്തതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. 121π/3 × 180 ദാറ്റ് ഈസ് 540 റേഡിയൻ ആയിട്ട് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്നത് 121π/540 റേഡിയൻ ആണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ 40 ഡിഗ്രി 20 മിനിറ്റ്, അതിൽ 20 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രി, അതായത് 60 മിനിറ്റിന്റെ 1/3 പോർഷനാണ്, 1/3 പോർഷനാണ്. അപ്പോൾ അതിനെ 20 മിനിറ്റിനെ 1/3 ഡിഗ്രി ആയിട്ട് എഴുതി 40ന്റെ കൂടെ ചേർത്തു, ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടി. ആ മിക്സ്ഡിനെ നമ്മൾ ഇംപ്രോപ്പറിലേക്ക് മാറ്റി. ഇനി നമുക്ക് ചെയ്യാൻ പോയത് 1 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് അറിയാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ റേഡിയൻ ആക്കി എഴുതി. അപ്പോൾ റേഡിയൻ മെഷറിലോട്ട് മാറ്റാൻ സിമ്പിൾ ആണ്. പക്ഷേ നമുക്ക് കുറച്ചേറെ സമയം വേണ്ടി വരുന്നത് ഡിഗ്രി മെഷറിലോട്ട് മാറ്റാനാണ്. അതായത് നമുക്ക് ഡിഗ്രി വേണം, അതിനേക്കാളും ചെറുത് വരുമ്പോൾ നമ്മളത് ബാക്കി ഉള്ളതിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റും, ബാക്കിയുള്ളത് നമ്മൾ സെക്കൻഡ് ആയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് ഡിവിഷന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കൺവേർട്ട് 6 റേഡിയൻ ഇൻറ്റു ഡിഗ്രി മെഷേഴ്സ്. 6 റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റാനാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അറിയാവുന്നത് 1 റേഡിയൻ എത്രയാണെന്ന് നമുക്കറിയാം. 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180/π ഡിഗ്രി ആണ് 1 റേഡിയൻ. അങ്ങനെ ആകുമ്പോൾ 6 റേഡിയൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 180/πനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും ഡിഗ്രി ആയിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, ഇവിടെ 180/6ഉം 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1080 ആണ്. 1080 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ നമ്മൾ പൈക്ക് 2 വാല്യൂസ് ഉണ്ട്. പൈയുടെ വാല്യൂ നമുക്ക് അറിയാം 22/7 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, 3.14 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്നത് 22/7 ആണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പൈക്ക് പകരം 22/7 കൊടുക്കുക. അപ്പൊ 22/7 1080 ഡിവൈഡഡ് ബൈ 22/7 എന്നുള്ളത് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന 7 നമുക്ക്, അതായത് 22ന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന 7 നമുക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ 11 വരും. 5 2s are 10, 470, that 540. 540 into 7 divided by 11 എന്ന് പറഞ്ഞിട്ട് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ആൻസറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ ഒരു 343 കിട്ടും. പിന്നെ നമുക്ക് റിമൈൻഡർ ആയിട്ട് ഒരു ശിഷ്ടമായിട്ട് ഒരു 7 കിട്ടും. എന്നിട്ട് ചെയ്യേണ്ടത് ഈ കിട്ടുന്ന ആൻസറിനെ നമ്മൾ 343യും ഇനി നമുക്ക് 7 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 11 മാറ്റരുത്, അത്രയും ഡിഗ്രി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. ഇനി നമുക്കറിയാം ഡിഗ്രിയെക്കാളും കുറഞ്ഞ യൂണിറ്റിനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. ഡിഗ്രിയെക്കാളും ചെറിയ യൂണിറ്റ് നമ്മൾ മിനിറ്റും സെക്കൻഡും വെച്ചിട്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഇനി ഇതിനെ മാറ്റിയിട്ട് എത്ര മിനിറ്റ് ആണെന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 343 അത് ഡിഗ്രി ആയിട്ട് തന്നെ ഇട്ടേക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ഈ 7/11 എന്ന് പറയുന്ന ഡിഗ്രിയെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഡിഗ്രിയെ മിനിറ്റിലേക്ക് മാറ്റാൻ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രയും മിനിറ്റ് ആണ്. ഇവിടെയും എന്താ ചെയ്യേണ്ടത്? ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് 343 ഡിഗ്രിയും 420 ഡിവൈഡഡ് ബൈ 11 മിനിറ്റുമാണ് നമുക്ക് കിട്ടുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 420യെ 11 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. 420യെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 38ഉം ഒരു റിമൈൻഡർ ആയിട്ട് ഒരു 2 നമുക്ക് കിട്ടും. റിമൈൻഡർ ആയിട്ട് ഒരു 2 ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ എന്ത് കൊടുക്കാം? 343 വേണമെങ്കിൽ ഇവിടെ നമുക്ക് പ്ലസ് കൊടുത്തിട്ട് ചെയ്യാം. ദെൻ 343 ഡിഗ്രിയും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 38 2/11. ഈ 11 മാറില്ല, ഇവിടുത്തെ 2/11 ഇത്രയും മിനിറ്റ് നമുക്ക് കിട്ടി. നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത പോലെ ഇവിടെ വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുവാണ്. 343 ഡിഗ്രി ഇതിൽ 38 മിനിറ്റ് നമ്മൾ അതേപോലെ എഴുതിയിട്ട് ഇനി
ഈ 2/11 മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റിനേക്കാളും ചെറുതാണ്. അതിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ വീണ്ടും ബാക്കി വരുന്ന ഫ്രാക്ഷനെ നമ്മൾ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര സെക്കൻഡ് ആണെന്ന് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120/11 വരും, 120/11 വരും. അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുക, നമുക്ക് 10.9 ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 343 ഡിഗ്രി 38 മിനിറ്റ് 10.9 സെക്കൻഡ്. ഇങ്ങനെ നമുക്ക് ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്, നമ്മൾ റേഡിയനിലേക്ക് മാറ്റാൻ വലിയ പ്രശ്നമില്ലായിരുന്നു. പൈ തന്നെ ഇട്ടിരുന്നാൽ മതി, അവിടെ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, എത്ര പൈ റേഡിയൻ എന്ന് എഴുതിയാൽ മതി. പക്ഷേ ഡിഗ്രിയിലേക്ക് മാറ്റാൻ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ റേഡിയനിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് നമ്മൾ കംപ്ലീറ്റ് എത്ര ഡിഗ്രി ആണെന്നുള്ള ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഫ്രാക്ഷനിലേക്ക് എത്തി അതിനെ ഡിവൈഡ് ചെയ്ത് എന്തിലേക്ക് മാറ്റുക, എത്ര ഡിഗ്രിയാണ് എത്ര മിനിറ്റ് ആണെന്ന് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 343 ഡിഗ്രിയും ഒരു 7/11 ഡിഗ്രിയും ഉണ്ട്. ആ ഡിഗ്രിയെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 60 മിനിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മിനിറ്റിലേക്ക് മാറ്റാൻ. അവിടെയും നമ്മൾ ഇതുപോലൊരു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു, 38 2/11. അവിടെ നമ്മൾ 38നെ 38 മിനിറ്റ് ആക്കി മാറ്റി. ബാക്കി വരുന്ന ഫ്രാക്ഷൻ എത്ര സെക്കൻഡ് ആണെന്ന് കണ്ടുപിടിക്കാൻ വീണ്ടും അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത്രയും സെക്കൻഡ് ആണെന്ന് കണ്ടുപിടിക്കുക. ഇത് ഡിവൈഡ് ചെയ്ത് നമ്മൾ അവസാനത്തെ ആൻസർ വരെ എത്തുക. 10.9 സംതിങ് കിട്ടും, അത്രയും സെക്കൻഡ്. അതുവരെ നമ്മൾ ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് എഴുതുക. 343 ഡിഗ്രി 38 മിനിറ്റ് 10.9 സെക്കൻഡ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, find the radius of the circle in which a central angle of 60 degree intercepts an arc of length 37.4 centimeter. Use pi is equal to 22/7. Find the radius of the circle. അവിടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്, ആർക്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആർക്ക് ലെങ്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, L is equal to r theta. പക്ഷെ അവിടെ നമുക്ക് അറിയാവുന്ന കാര്യം, തീറ്റ എന്ന് പറയുന്നത് ഡിഗ്രിയിലല്ല വേണ്ടത്, റേഡിയനിൽ നമുക്ക് വേണം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് റേഡിയസ് കണ്ടുപിടിക്കണം. സെൻട്രൽ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി തരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ആർക്കിന്റെ ലെങ്ത്, അതായത് എല്ലിന് പകരമുള്ള വാല്യൂ ഇവിടെ പറയുന്നുണ്ട് 37.4 സെന്റിമീറ്റർ പറയുന്നുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് r കണ്ടുപിടിക്കാൻ ഈ തീറ്റ കൊണ്ട് നമ്മുടെ എല്ലിനെ ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ അതിനു മുന്നേ നമ്മുടെ തീറ്റ ആംഗിളിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാനുണ്ട്. നമുക്ക് നോക്കാം, 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 റേഡിയൻ ആണെങ്കിൽ 60 ഡിഗ്രി 60 × π/180 റേഡിയൻ ആയിരിക്കും. ഇതൊന്ന് കട്ട് ചെയ്താൽ നമുക്ക് π/3 റേഡിയൻ ആയിട്ട് കിട്ടും നമ്മുടെ ആംഗിൾ. അല്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു 60 ഡിഗ്രി എത്രയാണെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്കറിയാം അത് π/3 ആണെന്ന്. ഓക്കെ, അവിടെ നമ്മൾ കൊടുക്കുക. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 37.4 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ π/3 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് π/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈ 3യെ കൊണ്ടുവന്ന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. 37.4 × 3/π ആയിട്ട് വരും. ഇനി ഇതും പോരാഞ്ഞിട്ട് നമ്മൾ ഇനി പൈക്ക് പകരം 22/7 കൊടുക്കണം. അപ്പോൾ വീണ്ടും 22/7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വീണ്ടും നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു 7 വരുന്നത് കൊണ്ട് അതിനെ നമുക്ക് മേളിൽ എടുത്തു കൊടുക്കാം. ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് 37.4 × 3 × 7 ചെയ്തിട്ട് 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രയും സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് റേഡിയസ് ആയിട്ട് വരിക. ഇവിടെ വന്നിരിക്കുന്ന റേഡിയസ് 35.7 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ റേഡിയസ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, the minute hand of a watch is 1.5 meter long. How far does it tip moves in 40 minutes? അതായത് ഒരു വാച്ചിലെ നമ്മുടെ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അത് മൂവ് ചെയ്യുന്നത് 40 മിനിറ്റ് കൊണ്ട് അതിന്റെ ടിപ്പ് എത്ര ദൂരമാണ് മൂവ് ചെയ്യുന്നതെന്ന്. അതായത് വാച്ച് നമുക്കൊരു സർക്കിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ അതിലെ മിനിറ്റ് ഹാൻഡ് നമുക്കറിയാം എത്ര
ആർക്ക് ലെങ്ത് ആണ്, ഇതിന്റെ ടിപ്പ് മൂവ് ചെയ്യാൻ മീൻസ് ഈ ആർക്കിന്റെ ലെങ്ത് ആണ് നമുക്ക് ആവശ്യം. അവിടെ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് നമുക്ക് ഇവിടെ റേഡിയസ് ആയിട്ട് എടുക്കാം, 1.7 ആയിട്ട് എടുക്കാം. ഇനി 40 മിനിറ്റ് 40 മിനിറ്റ് ഇവിടെ എത്രയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. 40 മിനിറ്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ 40 മിനിറ്റ് എത്രയാണ് അവിടെ റെവല്യൂഷൻ സംഭവിക്കുക, എത്ര റെവല്യൂഷൻ ആണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 40നെ മാറ്റിയെടുക്കണം അല്ലെ. 40നെ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് 60 ഡിഗ്രിയിൽ എത്രയാണ് നമ്മുടെ 40 എന്നാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോ 60നെ ആക്ച്വലി ചിന്തിക്കുക, 60നെ എന്ത് ചെയ്താൽ നമുക്ക് 40ലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാം. 60നെ എന്തോ ഒന്ന് ചെയ്ത് നമുക്ക് ആൻസർ 40ലേക്ക് എത്തിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഈ 60നെ ഇവിടെ നമുക്ക് 60 വന്നിട്ടില്ല, അപ്പൊ 60 വേണ്ട. അതായത് ഇവിടെ നമുക്കത് ഡിവൈഡ് ചെയ്ത് പോണം. നമുക്ക് 40 ഇവിടെ ആൻസർ ആയിട്ട് വരികയും വേണം. അതായത് നമ്മുടെ 60യെ 40/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 40 കിട്ടും ആണല്ലോ. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഈ 40/60 എന്ന് പറയുന്നത് ഏത് ഫ്രാക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുക. ഇതിനെ ക്യാൻസൽ ചെയ്ത് ഒരു കുഞ്ഞു ഫ്രാക്ഷൻ കിട്ടും, 2/3 ആയിട്ട് കിട്ടും. അതായത് ഈ 2/3 റെവല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ 40 മിനിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാൻഡ് മൂവ് ചെയ്യുന്നത് 40 മിനിറ്റിലെ കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ 40 മിനിറ്റ് എന്ന് പറയുന്നത് 2/3 റെവല്യൂഷൻ ആണ് വരുന്നത്. ഒരു ഫുൾ റെവല്യൂഷൻ ഇല്ല, ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 60 ആണ് വരേണ്ടത്. ഇവിടെ നമുക്ക് 2/3 റെവല്യൂഷനേ വരുന്നുള്ളൂ. അപ്പോ ഇനി നമുക്കത് തീറ്റ, ഈ 2/3 റെവല്യൂഷൻ എന്ന് പറയുന്നത് അതിനെ ഇനി എത്ര ഡിഗ്രിയാണ് വേണ്ടത് എന്ന് മാറ്റാൻ ഈ 2/3 360ന്റെ എത്ര പാർട്ടാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ 120 കിട്ടും. ദാറ്റ് ഈസ് ഇതിനെ ഒന്നിൽ അങ്ങനെ ചെയ്യാം, അല്ല എങ്കിൽ ഇവിടെ ഇതിപ്പോ ഇങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ടത് നമുക്ക് റേഡിയനിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ 2/3നെ നമ്മള് 360ക്ക് എത്ര എന്ന് ചെയ്യാൻ 360 നമുക്ക് അറിയാം അല്ലെ, ഡയറക്റ്റ് ആയിട്ട് റേഡിയൻ അറിയാലോ. പൈ റേഡിയൻ 180, 2π റേഡിയൻ 360. അപ്പോ 2π ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അത്രയും റേഡിയൻ. ഡിഗ്രിയിലോട്ട് മാറ്റാത്തത് നമുക്കിവിടെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ആംഗിള് ഡിഗ്രിയിലായിരിക്കരുത്, റേഡിയനിലായിരിക്കണം. അപ്പോൾ ആ ഡിഗ്രി 360 ഡിഗ്രിയെ നമ്മൾ അവിടെ വെച്ച് തന്നെ റേഡിയനിലേക്ക് മാറ്റിയിട്ട് ചെയ്തെടുക്കുവാണ്. ഇവിടെ നമുക്ക് 4π/3 2 2s are 4 4/3π റേഡിയൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആംഗിളും കിട്ടി. ഇനി നമുക്ക് L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L is equal to r theta. അതില് 1.5 into 4π/3. ഇവിടെ നമുക്ക് പൈയുടെ വാല്യൂ കൊടുക്കാൻ അവർ തന്നിട്ടുണ്ട്, 3.14 കൊടുക്കാൻ ബ്രാക്കറ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് 3.14 കൊടുക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 1.5ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.0π/3. 6.0 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. ദാറ്റ് ഈസ് 2π ആണ് അവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് 2 into പൈക്ക് പകരം അവർ പറഞ്ഞ 3.14 കൊടുക്കുക. 3.14 കൊടുക്കുമ്പോൾ കിട്ടുന്നത് 6.28 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ആർക്കിന്റെ ലെങ്ത് ആയിട്ട് വരിക. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. If the arc of the same length in two circles subtends angle 65 degree and 110 degree at the center, find the ratio of their radii. അതായത് ഒരു ആർക്ക് സെയിം ലെങ്ത് ആണ് നമ്മുടെ ആർക്കിന്, സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾസ് വ്യത്യാസമാണ് 65 ഡിഗ്രിയും 110 ഡിഗ്രിയും ആണ്. ഇത് രണ്ട് സർക്കിളിലാണ് മേക്ക് ചെയ്യുന്നത്. ഒരു സർക്കിളിൽ 65 ഡിഗ്രിയിലും ഒരു സർക്കിളിൽ 110 ഡിഗ്രിയിലുമാണ് ആർക്ക് ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് ആർക്കിന്റെയും ലെങ്ത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ആംഗിൾ θ1 ആയിട്ട് എടുത്താൽ ആദ്യത്തെ സർക്കിൾ സബ്റ്റെൻഡ് ചെയ്യുന്നത് 65 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേത് θ2 എന്ന് എടുത്താൽ അത് 110 ഡിഗ്രിയാണ് ആംഗിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ θ1ഉം θ2ഉം നമുക്ക് റേഡിയനിലേക്ക് മാറ്റണം. നോക്കാം, 1 ഡിഗ്രി π/180 ആയതുകൊണ്ട് 65 ഡിഗ്രി വരുമ്പോൾ 65 into π/180 റേഡിയൻ ആക്കി നമ്മൾ മാറ്റും. അതുപോലെ 110ഉം അതുപോലെ π/180 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും റേഡിയനിലേക്ക് മാറ്റുക. ഇതിനൊന്ന് ക്യാൻസൽ ചെയ്ത് ചെയ്യാം. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 5 3 5s are 15 3 5s are 15 6 5s are
36 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഇസ് 13 പൈ ബൈ 36 വരും. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 11 പൈ ബൈ 18. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ θ1 എന്ന് പറയുന്നത് 13 പൈ ബൈ 36 റേഡിയൻ ആയിട്ടും θ2 എന്ന് പറയുന്നത് 11 പൈ ബൈ 18 റേഡിയൻ ആയിട്ട് നമുക്കിപ്പോൾ കിട്ടി. ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ ലെങ്തുകൾ, ആർക്കിന്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന എല്ല് തന്നെയാണ് ഇവിടത്തെയും ലെങ്ത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആർക്ക് ലെങ്ത് കണ്ടുപിടിച്ചാൽ നമ്മൾ ചെയ്യുന്നത് L ഈസ് ഈക്വൽ ടു R θ1 ചെയ്യും. ഇനി θ2 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? R ഇൻറ്റു θ2 ചെയ്യും. ഇനി ഇത് രണ്ടും രണ്ട് സർക്കിളാണ്. ചിലപ്പോൾ ഒരു സർക്കിൾ കുഞ്ഞു സർക്കിളും മറ്റേ സർക്കിൾ കുറച്ചുകൂടെ വലിയ സർക്കിളും ആയിരിക്കാം നമുക്ക് വരുന്നത്. അതുകൊണ്ട് രണ്ടുപേരുടെയും റേഡിയസ് വേറെ ആയിരിക്കും. അപ്പോൾ ആദ്യത്തതിന്റെ റേഡിയസ് R1ഉം അടുത്ത റേഡിയസ് R2 എടുത്താലും നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് രണ്ട് രീതിയിൽ ചെയ്താലും ആർക്കിന്റെ ലെങ്ത് ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എഴുതാം L ഈസ് ഈക്വൽ ടു R1 θ1 ഈസ് ഈക്വൽ ടു R2 θ2. ഇനി ഇവിടെ R1 നമുക്ക് അറിയില്ല, അത് അങ്ങനെ കൊടുക്കുക. θ1 പകരം നമുക്ക് അറിയാവുന്നത് 13 പൈ ബൈ 36 എന്നും അറിയാം. ദെൻ R2 പകരം നമുക്ക് അറിയില്ല, R2 കൊടുക്കുക. θ2 പകരം 11 പൈ ബൈ 18 കൊടുക്കുക. നമുക്ക് അറിയാവുന്ന വാല്യൂസ് കൊടുക്കുക. ഇവിടെ പൈ രണ്ട് സ്ഥലത്തുകൊണ്ട് നമ്മൾ റേഷ്യോയിൽ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് പോവും. പിന്നെ വരുന്നത് 18ഉം 36ഉം തമ്മിൽ ഒരു പ്രാവശ്യം 18 ഉണ്ട്, പക്ഷെ രണ്ട് പ്രാവശ്യം എന്തുണ്ട്? 36 ഉണ്ട്. അപ്പൊ ഇവിടെ കിട്ടുന്നത് 13R1 by 2 ഈസ് ഈക്വൽ ടു 11R2 കിട്ടും. ഈ 2 ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊടുത്താൽ R2 ഇൻറ്റു 2 വരും അല്ലെ. 11R2 ഇൻറ്റു 2 വരും. ദാറ്റ് ഈസ് 13R1 ഈസ് ഈക്വൽ ടു 22R2 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് റേഡിയസിന്റെ റേഷ്യോ ആണ്. അതായത് R1 by R2 ഫോമിൽ മാറ്റുക. R1 by R2 ഫോമിന് നമുക്ക് R1 ഈസ് ടു R2 ആയിട്ട് എഴുതാമല്ലോ, അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ R1 നിർത്തിയിട്ട് R2 ഇങ്ങോട്ട് കൊണ്ടുവരിക. അതേ സമയത്ത് 22 അവിടെ നിൽപ്പുണ്ട്, 13 ഇങ്ങോട്ട് കൊണ്ടുവരിക. 22 by 13 നമുക്ക് 22 ഈസ് ടു 13 ആക്കി നമുക്ക് റേഷ്യോ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടുന്നത് 22 ഈസ് ടു 13 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം ആർക്കിന്റെ ലെങ്ത് ഈക്വൽ ആയിരുന്നു. രണ്ട് സർക്കിളിനും റേഡിയസ് വേറെയാണ്, ഉണ്ടാക്കുന്ന ആംഗിളും വേറെയാണ്. ആംഗിളിനെ നമ്മൾ റേഡിയൻ മെഷറിലേക്ക് കൊണ്ടുവന്നു. രണ്ടുപേരുടെയും ആർക്ക് ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് R1 θ1ഉം R2 θ2ഉം ഈക്വൽ ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ അത് ഇക്വേറ്റ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. നമുക്ക് അവസാനം റേഡിയസിന്റെ റേഷ്യോ 22 ഈസ് ടു 13 ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്